ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പട്ടുപാവാട കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു പട്ടുപാവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈനിങ് വെച്ചുള്ളൊരു പട്ടുപാവാടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കസവ് സാരി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഴയ സാരിയാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി കഞ്ഞിവെള്ളമൊക്കെ മുക്കി നന്നായി ഉണക്കിയെടുത്ത് അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈനിങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയൊരു പാവാടയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ലൈനിങ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പം ആദ്യം നമ്മളൊരു പട്ടുപാവാട എടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ബെൽറ്റ് എത്രയാണോ വന്നിരിക്കുന്നത്, 1.5 ഇഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനോട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടുക. അപ്പോൾ 2 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി ആയിരിക്കണം നമ്മളെടുക്കുന്ന ബെൽറ്റിൻ്റെ വീതി. ബെൽറ്റിൻ്റെ നീളം നോക്കുക. നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ബെൽറ്റിൻ്റെ നീളം വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിനോട് നമ്മളൊരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂട്ടിയെടുക്കുക. അപ്പോൾ അതായിരിക്കും ബെൽറ്റിൻ്റെ നീളം. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ചുരുക്കി വെച്ച് കൊടുക്കുന്ന ഈ തുണിയുടെ ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന അവിടെ നിന്ന് തൊട്ട് മുന്നേ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ വരെ എത്രയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ അതൊരു 26 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇറക്കം വരിക. ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കേണ്ടത് ഇതിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ. ഇനി ഇതിൻ്റെ നീളം എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ താഴെ വശം ജോയിൻ ചെയ്ത് കൊടുക്കുന്ന അവിടെ നിന്ന് ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് തന്നെ അളന്ന് നോക്കണം. അപ്പോൾ ഇതുപോലെ തയ്യൽ തുമ്പ് കൂട്ടി ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 60 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 71 ഇഞ്ച് ഇവിടെ നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. 71 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.25 തുണി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കസവ് തുണി ഞാനൊരു 26 ഇഞ്ച് ഇറക്കത്തിലും ഒരു 2 മീറ്ററോളം നീളത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഇറക്കം 24 ഇഞ്ചും ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 1.25 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കി കഴിയുമ്പോൾ 13 ഇഞ്ച് നീളമാണ് എടുത്തത്. അപ്പോൾ അത് ടോട്ടൽ 26 ഇഞ്ചാണ് അതിൻ്റെ നീളം വരിക. വീതി വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന ഈ കസവ് തുണിയുടെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ അളവുകളൊന്ന് ആദ്യം മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചുരുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം 1.5 ഇഞ്ച് വീതം ഇതിൻ്റെ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 1.5 ഇഞ്ചിന് പകരം 2 ഇഞ്ച് വേണമെങ്കിലും ഈ പ്ലീറ്റ്സ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഓരോന്നിനും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 2 3 4. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 1 എന്ന് മാർക്ക് ചെയ്ത ഈ ഒരു തുണിയെ 3 എന്ന് മാർക്ക് ചെയ്ത അവിടെയാണ് വെച്ച് ചുരുക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2 എന്ന് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. അപ്പോൾ 1.5 ഇഞ്ചായിരിക്കും ഇതിൻ്റെ വീതി വരിക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ചുരുക്ക് വരുന്നത് 4 എന്നുള്ളത് 6ലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അടുത്തത് 7 8 9 വരിക. അപ്പോൾ 7 9ലേക്കാണ് വരിക. 7 എടുത്ത് 9ലേക്കാണ് നമ്മൾ ചുരുക്ക് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇനി വരുന്നത് 10, 11, 12 അപ്പം 10 എന്നുള്ള ആ പോയിന്റിനെ എടുത്ത് നമ്മൾ 12ലേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നിടവിട്ട് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കിട്ട് കൊടുത്ത ആ ഭാഗത്തിൻ്റെ അളവൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ചുരുക്കിട്ട് കൊടുത്ത ആ ഭാഗം വരെ 23 ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുരുക്കിട്ട് കൊടുത്തതിൻ്റെ 2 സൈഡിലും ഒരുപോലെ തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു 2 ഇഞ്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചുരുക്ക് വെച്ച് കൊടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള ചുരുക്കൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ലൈനിങ് വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താഴെ ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ 2 സൈഡിനെയും ലൈനിങ് വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഈ സൈഡ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ബെൽറ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ ഒരു 3/4 ഇഞ്ചോളം ഒന്ന് ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് താഴോട്ടേക്കൊരു 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്നൊന്ന് താഴെ വരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. പട്ടുപാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വള്ളി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരിക. ഇതിൻ്റെ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.